ഫാക്ടറിയിൽ ഉപ്പുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മൾ നിത്യവും കഴിക്കുന്ന ഭക്ഷണത്തിൽ മിക്കതിലും ഉപ്പ് ചേർക്കാറുണ്ടല്ലോ. ഉപ്പില്ലാത്തൊരു ജീവിതം നമുക്ക് അസാധ്യമെന്ന് പറയാം. ഈ ഉപ്പുണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കൂട്ടത്തിൽ ഹിമാലയൻ ഉപ്പ് എന്താണെന്നും അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതും കൂടി ഒന്ന് കണ്ടു നോക്കാം. പലതരത്തിലുള്ള ഉപ്പുകളുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് അയോഡൈസ്ഡ് ഉപ്പാണ്. ടേബിൾ സാൾട്ട് എന്നും ഇത് അറിയപ്പെടാറുണ്ട്. കടൽ വെള്ളം വറ്റിച്ചാണ് ഉപ്പുണ്ടാക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഉപ്പുണ്ടാക്കിയെടുക്കുന്നത്. വെള്ളം കെട്ടി നിർത്താനായി ഇവിടെ ചെറിയ ചെറിയ വരമ്പുകളുണ്ട്. ചെറിയ ചാലുകളിലൂടെയാണ് ഇവിടേക്ക് ഉപ്പുവെള്ളം കയറ്റി വിടുന്നത്. ശേഷം ചെറിയ ബണ്ടുകൾ അടച്ച് ഇതിവിടെ കെട്ടി നിർത്തുന്നു. ഈ കടൽ വെള്ളം ഉപ്പായി മാറാൻ സഹായിക്കുന്നത് സൂര്യനാണ്. സൂര്യനിൽ നിന്ന് കിട്ടുന്ന ചൂട് കൊണ്ട് കെട്ടി നിർത്തുന്ന ഉപ്പുവെള്ളത്തിൽ നിന്ന് വെള്ളം മാത്രം നീരാവിയായി മാറുന്നു. പുരാതന കാലം മുതലേ ഇങ്ങനെ സൂര്യനിൽ നിന്ന് വരുന്ന ചൂട് തന്നെയാണ് ഉപ്പുണ്ടാക്കാനായി ഉപയോഗിക്കുന്നത്. വെള്ളം നീരാവിയായി കഴിഞ്ഞാൽ ഉപ്പ് നിലത്ത് സാന്ദ്രീകരിക്കുന്നു. ഇപ്പോഴും കുറച്ചു വെള്ളം ഈ പാടത്ത് ബാക്കിയുണ്ടാകും. ഇവർ ഇതിൽ നിന്നും പ്രത്യേക രീതിയിൽ ഉപ്പ് നീക്കിയെടുക്കുന്നു. ഇങ്ങനെ നീക്കിയെടുക്കുന്ന ഉപ്പ് ചെറിയ കൂനകളാക്കി എടുക്കുന്നു. കുറച്ചു ദിവസം കൂടി കഴിയുമ്പോൾ ഇവിടുത്തെ വെള്ളം പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ടാകും. കല്ലുപ്പായാണ് ഇവിടെ നിന്ന് ശേഖരിക്കുന്ന ഉപ്പ് ലഭിക്കുന്നത്. പ്രത്യേക ആവശ്യങ്ങൾക്ക് കല്ലുപ്പ് വീടുകളിൽ ഉപയോഗിക്കാറുണ്ട്. അതുമാത്രമല്ല മറ്റു വ്യാവസായിക ആവശ്യങ്ങൾക്കും കല്ലുപ്പ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഭക്ഷണത്തിൽ ചേർക്കുന്ന ഉപ്പ് ഇപ്പോഴും റെഡിയായിട്ടില്ല. കല്ലുപ്പ് ഇവിടെ നിന്നും പ്രോസസ്സിംഗ് യൂണിറ്റിൽ എത്തിച്ച് പ്രോസസ് ചെയ്തെടുത്താൽ മാത്രമേ അത് റെഡിയാവുന്നുള്ളൂ. ഇവിടുത്തെ കടൽ വെള്ളം പൂർണ്ണമായും നീരാവിയായി കഴിഞ്ഞാൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന ഉപ്പ് മുഴുവൻ ശേഖരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ജോലിക്കാർ തന്നെ ഷവ്വലുകൾ കൊണ്ട് കോരി ഉന്തുവണ്ടിയിൽ ഇട്ടതിനു ശേഷം അത് ട്രക്കുകളിലും മറ്റും കയറ്റുകയാണ് ചെയ്യുക. ചില സ്ഥലങ്ങളിൽ ഇതുപോലെ ബുൾഡോസർ ഉപയോഗിച്ചും ഉപ്പ് ശേഖരിക്കുന്നുണ്ട്. ചില വലിയ പ്ലാന്റുകളിൽ ഇതുപോലുള്ള കൂറ്റൻ ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഈ കല്ലുപ്പ് ഇവിടെ നിന്നും നേരെ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് എത്തിക്കുന്നത്. ഇനിയാണ് ഇത് അയോഡൈസ്ഡ് ടേബിൾ സാൾട്ടായി പ്രോസസ് ചെയ്തെടുക്കുന്നത്. ഇതിനായി ആദ്യം ഇതിലുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം ആദ്യം തന്നെ നീക്കം ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഇത് നന്നായി പൊടിക്കുന്നു. ഇനിയാണ് ഇതിലേക്ക് പൊട്ടാസ്യം അയോഡൈഡ് രൂപത്തിലുള്ള അയോഡിൻ ചേർക്കുന്നത്. ഈ അയോഡിൻ അത്ര ചെറിയ ആളൊന്നുമല്ല. നമ്മുടെ ശരീരത്തിലെ അയോഡിന്റെ കുറവ് മൂലം തലച്ചോറിനെ വരെ ബാധിച്ചേൽക്കാവുന്ന വലിയ പ്രശ്നങ്ങൾക്കിടയാക്കുന്നു. അയോഡിൻ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇനി പാക്കിംഗ് ആണ്. വിവിധ വലുപ്പത്തിലുള്ള പാക്കറ്റുകളാക്കി ഇവ പാക്ക് ചെയ്തെടുക്കുന്നു. പാക്കിംഗ് കഴിഞ്ഞ് വലിയ ഷിപ്പുകൾ കയറ്റുന്നതിന് വേണ്ടി ഇവ ബാച്ചുകളാക്കി തയ്യാറെടുക്കുകയാണ് ഇവിടെ. ഒരുപാട് പാക്കുകൾ ഒരുമിച്ച് വലിയ റാപ്പുകൾ ഉപയോഗിച്ച് പൊതിഞ്ഞ് പാക്കാക്കി അയക്കുന്നു. ഇത്രയും കഴിയുന്നതോടെ നമ്മൾ കറികളിലും മറ്റും ഉപയോഗിക്കുന്ന ഉപ്പ് ഇങ്ങനെ നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നു. ഇനി ഹിമാലയൻ സോൾട്ട് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് കണ്ടു നോക്കാം. നിങ്ങളിൽ എത്ര പേർ ഹിമാലയൻ സാൾട്ടിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്? ഭക്ഷ്യവസ്തുക്കളിലും സൗന്ദര്യ വസ്തുക്കളിലും അലങ്കാര വസ്തുക്കളെല്ലാം ഉണ്ടാക്കുന്നതിനു വേണ്ടിയും ഉപയോഗിക്കുന്ന ഒന്നാണ് ഹിമാലയൻ സാൾട്ട് അഥവാ ഹിമാലയൻ റോക്ക് സാൾട്ട്. സാധാരണ ഉപ്പ് കടൽ വെള്ളത്തിൽ നിന്നുമാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഹിമാലയൻ റോക്ക് സാൾട്ട് ഖനികളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. പാകിസ്ഥാനിലാണ് ഇത് പ്രധാനമായും കണ്ടുവരുന്നത്. റോക്ക് സാൾട്ട് ഖനനം ചെയ്തെടുക്കുന്ന ഖനികളിൽ ഒന്നാണിത്. 17 നിലകളാണ് ഈ ഖനിക്കുള്ളത്. അനേകം തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കുന്നുമുണ്ട്. വെടിമരുന്ന് ഉപയോഗിച്ച് സ്ഫോടനം നടത്തിയാണ് റോക്ക് സാൾട്ട് ഇവിടെ നിന്നും എടുക്കുന്നത്. ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന റോക്ക് സാൾട്ട് ഇവിടെ നിന്നും ട്രക്കുകളിൽ കയറ്റി വിവിധ പ്രൊഡക്റ്റുകൾക്ക് ഉണ്ടാക്കാനായി പ്രോസസ്സിംഗ് യൂണിറ്റിൽ എത്തിക്കുന്നു. ചിലയിടങ്ങളിൽ ഈ റോക്ക് സാൾട്ട് പൊട്ടിച്ച് ടേബിൾ സാൾട്ട് ആക്കി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന റോക്ക് സാൾട്ട് ഇവിടെ വെച്ചാണ് ഉപ്പാക്കി മാറ്റുന്നത്. ഒരുപാട് മിനറൽസ് അടങ്ങിയത് കൊണ്ട് തന്നെ ഒരു പിങ്ക് നിറമാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ പിങ്ക് സാൾട്ട് എന്നും ഇത് അറിയപ്പെടുന്നു. അപ്പോൾ സാധാരണ ഉപ്പും റോക്ക് സാൾട്ടും എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.